ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും SSLC കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഉറപ്പിച്ച് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. ഒരുപാട് കുട്ടികൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴേക്ക് നാളെ നിങ്ങൾക്ക് വരുന്ന മോൾ കൺസെപ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും ചെയ്യാൻ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. മക്കളെ, ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രണ്ട് പാർട്ടുകളാണ് ഇതിനകത്തുള്ളത്, അല്ലെ? ആദ്യത്തെ പാർട്ടുകൾ കുറച്ച് ലോസുകളാണ്, നിയമങ്ങളാണ്, അല്ലെ? ഏതൊക്കെ നിയമങ്ങളാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ ഒന്നാമത്തെ നിയമമാണ് ബോയിൽ നിയമം, രണ്ടാമത്തെ നിയമമാണ് ചാൾസ് നിയമം, മൂന്നാമതാണ് അവഗാഡ്രോസ് നിയമം. ഈ നിയമം പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ പ്രോബ്ലം ആയിട്ടുള്ള സെഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ കൂടിയാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ കൃത്യമായിട്ട് ഇരുന്ന് കേൾക്കുക. റെഡി? ബോയിൽ നിയമത്തിനെ പറ്റി പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമായിട്ട് നിങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാവർക്കും അറിയാം എന്താണ് ബോയിൽസ് ലോ, അല്ലെ? അതിന്റെ പ്രസ്താവന നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അല്ലെ? എന്താണ് ബോയിൽ നിയമം പറയുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആണ്, ഒരു ബന്ധമാണ് എന്ത്? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/p, അല്ലെ? വോളിയം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ് എന്നുള്ള ഈ ഒരു റിലേഷൻ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്, അല്ലെ? PV സമം സ്ഥിരസംഖ്യ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. ഈ 3 കാര്യങ്ങൾ മക്കള് ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ഓർക്കാനുള്ള മറ്റൊരു സാധനമാണ് ഇതിന്റെ അകത്തുള്ള എക്സാമ്പിൾസുകൾ, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വായു കുമിളകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വായു കുമിളകളുടെ എയർ ബബിളിന്റെ വലിപ്പം കൂടി വരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഈ ഒരു എക്സാമ്പിൾ ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ബോയിൽ നിയമം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. റെഡി? അടുത്തതായിട്ട് രണ്ടാമത്തെ നിയമമാണ് ചാൾസ് നിയമം. പറയുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾ അതിന്റെ എന്ത് പഠിക്കുക മക്കളെ, സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രസ്താവന പഠിക്കുക. എന്താണ് ബോയിൽ നിയമം പറയുന്നത് എന്ന് പഠിക്കുക, കൃത്യമായിട്ട് പഠിച്ചോളാം. അടുത്തതായിട്ട് ഇതിന്റെ ആ ഒരു റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T, അല്ലെ? V എന്നത് ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലാണ്, വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് കൂടുമ്പോൾ അത് കൂടുന്നു, ഇത് കുറയുമ്പോൾ അത് കുറയുന്നു, അല്ലെ? ബോയിൽ നിയമത്തിൽ നമ്മൾ നേരെ തിരിച്ചാ പഠിക്കാം. വോളിയം കൂടുമ്പോൾ ഇത് കുറയുന്നു, ഇത് കുറയുമ്പോൾ അത് കൂടുന്നു. അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അഥവാ വിപരീത അനുപാതം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഇവ തമ്മിലുള്ള ആ ഒരു മാത്തമാറ്റിക്കൽ ഗണിത രൂപം നമ്മൾ പഠിച്ചിരിക്കണം. അതായത് എന്താണ് മക്കളെ, V/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അല്ലെ? V/T ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അഥവാ V/T ഈസ് ഈക്വൽ ടു സ്ഥിര സംഖ്യ, അല്ലെ? നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻ ആണ്. അടുത്തതായിട്ട് ഇതിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ പഠിക്കണം, അല്ലെ? ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൃത്യമായിട്ട് മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നന്നായിട്ട് ഊതി വിറപ്പിച്ച ഒരു ബലൂണ് നമ്മൾ വെയിലത്ത് വെക്കുന്ന സമയത്ത് അത് ഠോ എന്ന് പറഞ്ഞ് പൊട്ടിപ്പോകുന്നു. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ വോളിയം കൂടുന്നു, അല്ലെ? താപനില കൂടുമ്പോൾ അതിന്റെ വ്യാപ്തവും കൂടുന്നു. അത് ഏത് നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചാൾസ് നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചാൾസ് നിയമം. റെഡിയല്ലേ മക്കളെ? അടുത്തതായിട്ട് വരുന്നത് അവഗാഡ്രോ നിയമമാണ്. അവഗാഡ്രോ നിയമത്തിന്റെ ആദ്യം തന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക അഥവാ പ്രസ്താവന നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. രണ്ടാമതായിട്ട് അതിന്റെ റിലേഷൻ പഠിക്കുക. റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N, അല്ലെ? വ്യാപ്തം എന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിന് നേർ അനുപാതമായിരിക്കും, അല്ലെ? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പഠിച്ചു വെക്കുക. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ടോ V/N ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, V/N ഈസ് ഈക്വൽ ടു
കോൺസ്റ്റന്റ് അഥവാ V/n എന്ന് പറയുന്നത് സ്ഥിര സംഖ്യയായിരിക്കും. എടാ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മക്കള് ഓർത്തു വെക്കണം. ഞാൻ ഒന്നുകൂടി പറയാണ്. അതായത് ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇത്രയുമാണ്. അവഗാഡ്രോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഇത്രയുമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നമ്മളെ കയ്യിൽ എന്താണ്? നമ്മളെ കയ്യിലാണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ പാർട്ടില് ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടുന്നത് ഇതിന്റെ ചോദ്യം വന്നാൽ തിരിച്ചറിയുന്നില്ല. ഇനി തിരിച്ചറിഞ്ഞാലോ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നം. അത് നമ്മൾ പരിഹരിക്കാൻ പോവാണ് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പേ മക്കളോട് ഞാൻ പറയാണ്, മോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആശയമുണ്ട്. മോൾ അല്ലെ, മോൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ എണ്ണി നോക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ തൂക്കി നോക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ അളന്നു നോക്കേണ്ടി വരും. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ പദം നമ്മൾ ഉപയോഗിച്ചു. അതാണ് മോൾ അല്ലെ. ഇപ്പോ ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ മൊത്തം എണ്ണം എടുക്കാൻ നമ്മൾ അവരെ എണ്ണി നോക്കുകയാണ്, കൗണ്ട് ചെയ്യുകയാണ്. മൊത്തം എണ്ണി നോക്കണം അല്ലെ. ഇനി അതേസമയം കുറച്ച് അരി നമ്മൾ ഒരിക്കലും എണ്ണി നോക്കൂല, അത് തൂക്കി നോക്കുകയാണ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലെ കുറച്ച് വെള്ളം കിട്ടി, അത് എണ്ണി നോക്കാൻ പറ്റുമോ? വെള്ളത്തിനകത്ത് തലയിട്ടിട്ട് ഇങ്ങനെ എണ്ണി നോക്കാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യണം? അളന്ന് നോക്കണം അല്ലെ. അപ്പൊ ഇത് ചെറിയ എന്താണ് കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുന്ന റിയാക്ടൻസ് അഥവാ അഭികാരങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണോട് പോലും കാണാൻ പറ്റൂല. ഇത് നമുക്ക് എണ്ണാനാണോ തൂക്കാനാണോ അളക്കാനാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് കൗണ്ട് ചെയ്യൽ അഥവാ എണ്ണുക, തൂക്കുക, അളക്കുക, ഈ 3 പ്രവർത്തനങ്ങളെയും കൂടി ഒരുമിച്ച് ഒരൊറ്റ യൂണിറ്റ് പറയും. ആ യൂണിറ്റിന്റെ പേരാണ് മക്കളെ 1 മോൾ എന്ന് പറയുന്നത്. ഇപ്പോ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് എണ്ണുക, തൂക്കുക, അളക്കുക, ഈ 3 എണ്ണത്തിനേയും ഒരുമിച്ച് ഒരൊറ്റ യൂണിറ്റ് പറയുന്ന പേരാണ് മക്കളെ എന്ന് പറയുന്നത് 1 മോൾ എന്ന് പറയുന്നത്. റെഡിയാണോ? റെഡിയല്ലേ? ഓക്കെ. ഇനി നിങ്ങൾക്ക് 1 മോൾ എന്ന് എല്ലാരെയും ചേർത്ത് വിളിക്കാൻ പറ്റൂല. 1 മോൾ എന്ന് വിളിക്കണമെങ്കിൽ 4 കണ്ടീഷൻസുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു കുട്ടിയെ മോളെ എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? 1, അതൊരു പെൺകുട്ടിയായിരിക്കണം അല്ലെ. റെഡി. രണ്ടാമത് നമുക്കൊരു വാത്സല്യം തോന്നണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻ ഉണ്ട്, അല്ലാണ്ട് വെറുതെ കയറി മോളെ എന്ന് വിളിക്കൂല അല്ലെ. യെസ്. അപ്പോ 1 മോൾ എന്ന് വിളിക്കണമെങ്കിൽ 4 കണ്ടീഷൻസുകൾ ഉണ്ട് മക്കളെ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. 1 മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സാധനത്തിനെ എണ്ണി നോക്കിയപ്പോ നിങ്ങൾക്ക് 6.022 into 10⁻23 എന്ന് ഉത്തരം കിട്ടി. 10⁻23. നിങ്ങൾ ഒരു സാധനം എണ്ണി സമയത്ത് 6.022 into 10⁻23 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവയെ എന്ത് വിളിച്ചോളി മക്കളെ? 1 മോൾ എന്ന് വിളിച്ചോളി. ഒരു കുഴപ്പമില്ല. കിട്ടിയോ? യെസ്. അപ്പൊ എണ്ണി നോക്കിയപ്പോ നമുക്ക് 6.022 into 10⁻23 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്ത് വിളിക്കാം? 1 മോൾ എന്ന് വിളിക്കാം. ഇനി നിങ്ങളൊന്ന് തൂക്കി നോക്കുമ്പോ നമുക്ക് GAM-നോട് ഈക്വൽ ആയിട്ട് കിട്ടി. എല്ലാവർക്കും അറിയാം GAM അല്ലെ, ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയാം അല്ലെ. തൂക്കി നോക്കിയ സമയത്ത് ഗ്രാം അറ്റോമിക മാസ് കിട്ടി. ഒന്നുമില്ല മക്കളെ, അറ്റോം മാസിന്റെ കൂടെ ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ ഗ്രാം അറ്റോമാസ് ആയി അല്ലെ. ആ ഒരു സാധനമാണെങ്കിൽ 1 മോൾ ആണ്. ഇനി വീണ്ടും തൂക്കി നോക്കിയപ്പോ GMM-ന് തുല്യമാണെങ്കിൽ അഥവാ മോളിക്കുലാർ മാസ് ഗ്രാമിൽ എഴുതുന്ന പരിപാടിക്കാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം? മോളെ എന്ന് വിളിക്കാം കേട്ടോ. റെഡി. ഇനി ഒരു സാധനം അളന്നു നോക്കിയപ്പോ ഒന്ന് ഇങ്ങനെ എന്താണ് ഗ്യാസ് അല്ലേ ഒഴിച്ചൊക്കെ നോക്കിയപ്പോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് 22.4 ലിറ്റർ എന്ന് കിട്ടി. ലിറ്റർ ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? 1 മോൾ എന്ന് വിളിക്കാം. അപ്പോ 4 കണ്ടീഷനിലാണ് നമ്മൾ 1 മോൾ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കണേ. 1 മോൾ എന്ന് വിളിക്കണമെങ്കിൽ എണ്ണ ആണെങ്കിൽ 6.022 into 10⁻23 കിട്ടുകയാണെങ്കിൽ 1 മോൾ എന്ന് വിളിക്കാം.
ഇനി തൂക്കി നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും തൂക്കി നോക്കുന്ന പരിപാടിയാണ് അല്ലെ. GAMഉം GMMഉം ഇത് രണ്ടും തൂക്കി നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ 1 മോൾ എന്ന് വിളിക്കാം. പേടിക്കേണ്ട, എല്ലാം നമ്മൾ വിശദമായിട്ട് പറയും. ഇനി 22 പോയിന്റ് ഒരു സാധനം അളന്നു നോക്കിയപ്പോ 22.4 22.4 ലിറ്റർ കിട്ടിയെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? 1 മോൾ എന്ന് വിളിക്കാം. ഒരു കാര്യം പറയണ്ടേ, ഈ 22.4നെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്, അഥവാ മോളാർ വ്യാപ്തം എന്ന് നമ്മൾ വിളിക്കുന്നത്. മറന്നു പോകരുത്, മോളാർ വ്യാപ്തം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടായാൽ പകുതി രക്ഷപ്പെട്ട് കേട്ടോ. ഇനിയാണ് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. മക്കളെ, നിങ്ങൾക്ക് മോള് തന്ന്, എന്ത് തന്ന്? മോള് തന്ന്. ഇതാ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ കയ്യില് മോള് തന്നിട്ട് എണ്ണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഗുണിക്കാം. മോളിനെ ഇതിനെ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 കൊണ്ട് ഗുണിച്ചാൽ, മോളിനെ 6.022 × 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും. എണ്ണം മനസ്സിലായല്ലോ. ഇനി മോളിനെ എന്താണ്? ആ ഗ്രാം അറ്റോമിക മാസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാം കിട്ടും. എന്ത് കിട്ടും മക്കളെ? എത്ര ഗ്രാം ആണെന്ന് കിട്ടും അല്ലെ. ഇനി മോളിനെ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് ഗുണിച്ചാലും നമുക്ക് ഗ്രാം ആണ് കിട്ടുക. ഇത് ആറ്റം, ഇത് മോളിക്യൂൾസ്. ഇത് ആറ്റം, ഇത് തന്മാത്ര. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മോളിക്യൂൾസ് എന്ന് നിങ്ങളോട് പറയാണ് 1 മോൾ ആണെന്ന് പറഞ്ഞു. ഇതിന്റെ അകത്തുള്ളത് 1 മോൾ ആണ്. ഈസി ആയിട്ടും 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 × 10⁻23 ആണ് അല്ലെ. ഇത്രയും എണ്ണമാണ്, ഇത്രയും എണ്ണം, നമ്പർ ആണ് കേട്ടോ. ഇനി 1 മോളിനെ 22.4 ലിറ്റർ കൊണ്ട് ഗുണിച്ചാൽ, അല്ലെങ്കിൽ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോളാണോ നിങ്ങൾക്ക് തരുന്നത് ആ മോളിനെ 22.4 ലിറ്റർ കൊണ്ട് ഗുണിച്ചാൽ അത്രയും വ്യാപ്തം കിട്ടും. ഒരുപക്ഷെ ഇത് നേരിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തിക്കൊള്ളുന്നില്ല. ഞാൻ അതിന് കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. അതിന് മുമ്പേ മക്കൾ മനസ്സിലാക്കേണ്ടത്, മോള് തന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഗുണിക്കുക. അതായത് നിങ്ങളോട് ചോദിക്കും, എണ്ണം ചോദിക്കും, ഗ്രാം ചോദിക്കും, ലിറ്റർ ചോദിക്കും അല്ലെ. മോള് തന്നിട്ട് എണ്ണം ചോദിക്കാൻ പറഞ്ഞാലും, മോള് തന്നിട്ട് ഗ്രാം കാണാൻ പറഞ്ഞാലും, മോള് തന്നിട്ട് ഗ്രാം കാണാൻ പറഞ്ഞാലും, മോള് തന്നിട്ട് ലിറ്റർ കാണാൻ പറഞ്ഞാലും മക്കൾ എന്ത് ചെയ്യുക? ഗുണിക്കുക. ആരെ കൊണ്ട് ഗുണിക്കുക? ഇവിടെ 6.022 ഗുണിക്കാം, ഇവിടെ അറ്റോം മാസ് കൊണ്ട് ഗുണിക്കാം, മോളിക്കുലർ മാസ് കൊണ്ട് ഗുണിക്കാം, 22.4 ലിറ്റർ കൊണ്ട് ഗുണിക്കാം. ഇനി നേരെ തിരിച്ച് ഇങ്ങോട്ടാണ്. ഇത് തന്നിട്ട്, എണ്ണം തന്നിട്ട്, ഗ്രാം തന്നിട്ട്, ലിറ്റർ തന്നിട്ട് മോള് കാണാനാണെങ്കിൽ നിങ്ങൾ ഹരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനാണെങ്കിൽ ഗുണിക്കുക, ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണെങ്കിൽ ഹരിക്കുക. ഇതങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. റെഡി. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണെങ്കിൽ ഗുണിക്കുക, അവിടുന്ന് ഇങ്ങോട്ട് പോകാനാണെങ്കിൽ ഹരിക്കുക. ഓക്കെ ആണോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ ആദ്യപടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിനകത്തുള്ള ഏത് പ്രോബ്ലവും നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും തന്നെ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഓരോന്നിനും നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സാമ്പിൾസുകൾ നോക്കാം. അതിൽ ആദ്യമായിട്ട് നോക്കിക്കോളാം മക്കളെ, 2 മോൾ N2. 2 മോൾ N2 ഞാൻ മലയാളത്തിൽ എഴുതാം. 2 മോൾ N2 ഈസ് ഈക്വൽ ടു ഡാഷ് മോളിക്യൂൾ ഡാഷ് തന്മാത്ര എന്നൊരു ചോദ്യം ചോദിച്ച് അല്ലെ. 2 മോൾ N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എത്ര മോളിക്യൂൾ, എത്ര എണ്ണം ഉണ്ടാകും എന്നാണ് ചോദിച്ചത് അല്ലെ. ഈസി ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മോള് തന്നിട്ടുണ്ട് അല്ലെ. മോളിൽ നിന്ന് എണ്ണത്തിലേക്കാണ് പോകേണ്ടത്. മോളിൽ നിന്ന് എങ്ങോട്ടാ പോകേണ്ടത്? എണ്ണത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഗുണിക്കുക അല്ലെ. ആരെ കൊണ്ട് ഗുണിക്കുക? 6.022 × 10 കൊണ്ട് ഗുണിക്കുക. മോള് തന്നു, നമ്മളോട് എണ്ണം ചോദിച്ചു അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? മോളിനെ 6.022 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത്രയും എണ്ണം കിട്ടും. റെഡിയാണല്ലോ? ദാ ഇവിടെ നോക്കി. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ ചെയ്യാൻ പോവാണ്. ദാ പിടിച്ചോളി. അതായത് 2 × 6.022 × 10⁻23. 2 × 6.022 × 10⁻23. ദാറ്റ്സ് ഓൾ. എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മോളിനെ
6.02 ഗുണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഈസി അല്ലേ? ഈസി അല്ലേ? ഇവിടുന്ന് മോള് തന്നിട്ട് ഇതിനെ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും. റെഡി? ഇനി അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ആണ് 2 mol N2 അല്ലെ? 2 mol N2 എന്ന് പറയുന്നത് ഡാഷ് ഗ്രാം ആണ്, ഡാഷ് ഗ്രാം അല്ലെ മക്കളെ? ഇവിടെയും നമുക്ക് എന്ത് തന്നു? മോള് തന്നു. ഇവിടെയും നമുക്ക് എന്ത് തന്നു? മോള് തന്നു. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഗ്രാം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? മോളിനെ ഗുണിക്കുക. ഇവിടെ ഇവിടെ എന്ത് ചെയ്യാ? അറ്റോമിക മാസ് കൊണ്ട് ഗുണിക്കണം. ഇവിടെ മോളിക്കുലാർ മാസ് കൊണ്ട് ഗുണിക്കണം അല്ലെ മക്കളെ? ഒന്നുമില്ലടാ, അതാത് നോക്കിയോ, ഈ 2നെ N2 കൊണ്ട് ഗുണിക്കുക അല്ലെ? N2 എന്ന് പറയുമ്പോ 2 into നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ 14 ആണ്, N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ആണ് അല്ലെ? അപ്പോ 2 into 28 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 8 2 16, 2 2 4 5, യെസ് 56 ഗ്രാം ഈസി ആയിട്ട് കിട്ടി അല്ലെ? എണ്ണം ചോദിച്ചാൽ നിങ്ങൾ 6.022 into 10⁻³ കൊണ്ട് ഗുണിക്കുക. ഇനി ഗ്രാം ചോദിച്ചാൽ ഇവിടെ ആരാണോ തരുന്നത് അതുകൊണ്ട് മോളിനെ ഗുണിക്കുക. ആണോ? ഫുള്ള് ഗുണിക്കല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് ആദ്യം പറഞ്ഞു, മോള് തന്നിട്ട് ഇത് കാണാനാണെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ട് പോകാനാണെങ്കിൽ ഗുണിക്കുക, ആടുന്ന് ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ, ഇതായിരുന്നു നമ്മൾ ഒരു കൊല്ലം പഠിച്ചത്. നമ്മൾ ഇതായിരുന്നു പഠിച്ചത്. പക്ഷെ നമ്മൾ എവിടേക്കോ എന്തൊക്കെ ആയിപ്പോയി. പക്ഷേ ഇനി നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത്. റെഡി? അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ജിൻജിന്നാക്കടി ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയുമോ? 2 mol N. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തരും. 2 mol N is equal to dash gram അല്ലേ മക്കളെ? എന്താ പറഞ്ഞത്? മോള് തന്നിട്ട് ഗ്രാമിലേക്ക് മാറ്റാനാണ് ഗുണിക്കല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ നോക്കി, ഈ മോളിനെ n കൊണ്ട് ഗുണിക്കുക. സിമ്പിൾ. മോളിനെ n കൊണ്ട് ഗുണിക്കുക. ഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന മോളിനെ ഇപ്പുറത്തുള്ള എലമെന്റ്സിനോട് അങ്ങോട്ട് ഗുണിച്ചാളുക. എന്ത് വരും? 2 into n എന്ന് പറയുമ്പോ 14, that is 28 ഗ്രാം. കണ്ടോ? ഈസി ആയിട്ട് കിട്ടും. എണ്ണാൻ പറയുകയാണെങ്കിൽ 6.022 into 10⁻³ കൊണ്ട് ഗുണിക്കുക. ഗ്രാം ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ആളെ കൊണ്ട് മോളിനെ ഗുണിക്കുക. മോള് തന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? 2 mol N2 അല്ലെ? 2 mol N2 എന്ന് പറഞ്ഞാൽ ഡാഷ് ലിറ്റർ ആണ്, ഡാഷ് ലിറ്റർ അല്ലെ? വീണ്ടും നമുക്ക് മോള് തന്നു അല്ലെ? എത്ര മോള് തന്നു? 2 മോളെ കിട്ടി. എന്നിട്ട് എന്തിലേക്ക് മാറ്റാനാണ്? ലിറ്റർ എത്രയാന്ന് ചോദിച്ച്. നോക്കി, മോള് തന്ന് ലിറ്ററിലേക്ക് ആക്കാൻ ഞാൻ എന്താ പറഞ്ഞത്? 22.4 അല്ലെ? എന്തുകൊണ്ട് ഗുണിക്കുക? 22.4 ലിറ്റർ കൊണ്ട് ഗുണിക്കുക അല്ലെ? എന്തൊക്കെ ഒന്നുകൂടി പറയാ? നമ്പർ കാണാനാണെങ്കിൽ മോളിനെ 6.022 into 10⁻³ കൊണ്ട് ഗുണിക്കാം. ഗ്രാമാണ് കാണണമെങ്കിൽ മോളിനെ അറ്റോമിക മാസം കൊണ്ട് ഗുണിക്കുക. ഇനി മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലർ മാസം കൊണ്ട് ഗുണിക്കുക. ഓക്കെ? ഇനി മോള് തന്നിട്ട് ലിറ്റർ കാണാനാണെങ്കിൽ ആ മോളിനെ 22.4 കൊണ്ട് ഗുണിക്കുക. ഇത് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക മക്കളെ? മനസ്സിലാക്കി വെക്കുക. ഇതിന് ഇതുകൊണ്ട് ഗുണിച്ചാൽ എണ്ണം കിട്ടി, ഇതിന് ഇതുകൊണ്ട് ഗുണിച്ചാൽ ഗ്രാം കിട്ടി, ഇതിന് ഇതുകൊണ്ട് ഗുണിച്ചാൽ ഗ്രാം കിട്ടി, ഇതിന് 22.4 ലിറ്റർ കൊണ്ട് ഗുണിച്ചാൽ ലിറ്റർ കിട്ടി. ഈസി വേ അല്ലെ? ഇനി നമുക്ക് ലിറ്റർ ഒന്ന് നോക്കാം. അപ്പോ 2 into എത്ര കൊണ്ടാ ഗുണിക്കേണ്ടത്? 22.4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും മക്കളെ? 44.8 ലിറ്റർ അല്ലെ? 44.8 ലിറ്റർ. ഈസി. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഒരൊറ്റ മോഡൽ കൂടി. അപ്പൊ എത്ര മോഡലായി നമ്മൾ ചെയ്യുന്നു? ദിസ് ഈസ് 1 മോഡൽ, 2nd മോഡൽ, 3rd മോഡൽ, 4th മോഡൽ. ഇനി ഒരൊറ്റ മോഡൽ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് നോക്കിക്കോളാം, 2 mol
N2 is equal to dash atom. അല്ലെ? 2 മോൾ N2 എന്ന് പറയുന്നത് എന്താണ്? ഡാഷ് ആറ്റം ആണ്. മക്കളെ, ആറ്റത്തിന്റെ ചോദ്യം വരുമ്പോ ചെറുതായിട്ടൊന്ന് ഞെട്ടണം, ചെറുതായിട്ടൊന്ന് പേടിക്കണം. കാരണം നേരത്തെ ചെയ്ത പോലല്ല, ആറ്റം എവിടെയുണ്ടോ അവിടെ കഷ്ടം വരാൻ തുടങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യാം, വളരെ ശ്രദ്ധിച്ച് ഇതിന്റെ ആൻസർ ചെയ്യാം കേട്ടോ. ഇവിടെ ചാടി കയറിയിട്ട് എന്ത് ചെയ്യരുത്, ഇതിനോടൊന്നും ഗുണിക്കാനൊന്നും നിൽക്കരുത്. ആറ്റത്തിന് എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോളൂ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആറ്റം കാണാൻ ഞാനൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. ആറ്റം ഈസ് ഈക്വൽ ടു മോളിനെ എന്ത് ചെയ്യാം, അറ്റോമിസിറ്റി കൊണ്ട് ഗുണിക്കുക. അതേതാണ് സിറ്റി എന്നാലാക്കി ആലോചിക്കുന്നത് അല്ലെ? അറ്റോമിസിറ്റി കൊണ്ട് ഗുണിച്ചതിന് ശേഷം 6.022 into 10⁻23 കൊണ്ട് ഗുണിക്കുക. ഈ ഇക്വേഷൻ മറന്നു പോരുത്. ഈ ഇക്വേഷൻ ആണ് ആറ്റം കാണാനുള്ള ഇക്വേഷൻ. ഇനി ഞാനൊന്ന് മലയാളത്തിൽ എഴുതാം അല്ലെ? ആറ്റങ്ങളുടെ എണ്ണം സമം മോൾ ഇൻറ്റു അറ്റോമികത ഇൻറ്റു എന്നെ. എന്നെ എന്ന് പറഞ്ഞാൽ ആരാ? 6.022 into 10⁻23. മക്കളെ, ഈ ഇക്വേഷൻ ആന കുത്തിയാലും എന്ത് ചെയ്യരുത്, മറന്നു പോരുത്. ഇത് വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. ദാ നോക്കൂ നോക്കൂ, ദാ മോള് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ദാ 2. ഓക്കെ, മോള് കിട്ടി. മോൾ 2 ഇൻറ്റു അടുത്തതായിട്ട് അറ്റോമിസിറ്റി അല്ലെങ്കിൽ അറ്റോമികത എന്നൊരു സാധനം ഉണ്ട്. ഒന്നുമില്ല മക്കളെ, ഇവിടെ തന്നിരിക്കുന്നത് N2 അല്ലേ? N2 എന്ന് പറയുമ്പോൾ എത്ര നൈട്രജൻ ഉണ്ട്? 2 നൈട്രജൻ ഉണ്ട്. 2 നൈട്രജൻ ഉണ്ട്. അപ്പൊ ഇവിടെ 2 അങ്ങോട്ട് എഴുതി വെക്കുക. അറ്റോമിസിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല, എണ്ണമാണ്. എത്ര ആളുണ്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ HCl അറ്റോമിസിറ്റി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 ഹൈഡ്രജൻ പ്ലസ് ഇവിടെ ക്ലോറിൻ എത്ര ഉണ്ട്? 1. അപ്പൊ 1 + 1 = 2. സിമ്പിൾ അല്ലെ? ഇനി നമുക്ക് വേണമെങ്കിൽ HNO3 അല്ലെ, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 പ്ലസ് നൈട്രജൻ എത്ര ഉണ്ട്? 1 പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? 3. ദാറ്റ് ഈസ് 5 കേട്ടോ. ടോട്ടൽ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, എണ്ണുക. ഇനി അടുത്തതായിട്ട് ഇൻറ്റു 6.022 into 10⁻23. മക്കളെ, ഇതിനെ ഇതുകൊണ്ട് അങ്ങോട്ട് ഗുണിക്കാം. അപ്പോൾ 4 into NA എന്നും എഴുതാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. റെഡി? അപ്പൊ എത്ര മോഡലായി മക്കളെ? എത്ര മോഡൽ നമ്മൾ പഠിച്ച്? ഫസ്റ്റ് മോഡലായി, സെക്കൻഡ് മോഡല്, തേർഡ്, ഫോർത്ത്, അതേപോലെ തന്നെ ഫിഫ്ത്ത്. എടാ 5 മോഡൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറായോ? നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എടാ നിങ്ങൾക്ക് ഇനി ഇതിന്റെ അകത്തുനിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും എന്താണ്, ഈ ഒരൊറ്റ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. മറന്നു പോകരുത്. മോളിനെ 6.022 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എണ്ണം കിട്ടും. മോളിനെ അറ്റോമിക മാസ് കൊണ്ടിട്ടാൽ ഗ്രാം കിട്ടും. മോളിനെ തന്നിരിക്കുന്ന മോളാണ് ഉദ്ദേശിക്കുന്നത്. മോളിനെ മോളിക്കുലർ മാസ് കൊണ്ട് ഗുണിച്ചാൽ ഗ്രാം കിട്ടും. തന്നിരിക്കുന്ന മോളിനെ 22.4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ലിറ്ററും കിട്ടും. എടാ ഇത്രയുള്ളൂ ഈ ചാപ്റ്ററിൽ. എടാ ഇത്രയുള്ളൂ. ഏത് ചാപ്റ്ററിൽ? നമ്മളെ മോൾ കൺസെപ്റ്റ്, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ. എടാ ഇത് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ട ഉടനെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് വൈകുന്നേരം 7:30 എന്താണ് കെമിസ്ട്രിയുടെ കലാശക്കൊട്ടിലുള്ള ആ ഒരു ലൈവ് കാണാൻ നിങ്ങളെ കൂട്ടുകാരും ഉണ്ടായിരിക്കണം, കൂട്ടുകാരികളും ഉണ്ടായിരിക്കണം. നാളത്തെ എക്സാം അടിച്ച് പൊളിച്ച് നമ്മുടെ കൈപ്പത്തിക്കുള്ളിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇന്ന് എന്താണ് കലാശം നടത്തിയേ പറ്റൂ. അതുകൊണ്ട് മറക്കരുത് മക്കള്, കൃത്യം 7:30 എന്ത് ചെയ്യുക, ഏകന്റെ SSLC ചാനൽ എത്തുക. ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ കലാശക്കൊട്ടിലേക്ക് നമുക്ക് കാണാം. ഗുഡ് ബൈ.